320 ബോർഡർ ടൈപ്പ് വന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര ചോദ്യം. അതിൽ 290 ഉണ്ടോ? 320 ആകുമ്പോൾ കുറച്ച് റേറ്റ് കൂടുന്നതുകൊണ്ട് 290 ഉണ്ടോ എന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ പ്ലെയിൻ ആയിട്ട് പ്ലെയിൻ മെറ്റീരിയൽ വന്നതും ഷൂം എന്ന് പറഞ്ഞാണ് കഴിയും. ഇനിയിപ്പോൾ 8 പീസ് എങ്ങാനേ ഉള്ളൂ. ഇതെല്ലാം 320 റോയൽ അജ്രക്കിൻ്റെ പീസുകളാണ്, അഗർവാളിൻ്റെ പീസുകളാണ്. ഇത് DCMൻ്റെ പീസുകളുമാണ്. അപ്പോൾ വേണമെന്നുള്ളവർ ഇതിൽ കാണുന്ന ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ നമ്മൾ കറക്റ്റ് ഫോട്ടോസ് അയച്ചുതരാം. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതധികം പീസ് കിട്ടിയിട്ടില്ല, ഞാൻ അധികം എടുത്തിട്ടുമില്ല. എന്താണെന്ന് വെച്ചാൽ നിസ്കാര കുപ്പായത്തിൻ്റെ തുണിക്കും അതുപോലെ തന്നെ കാവ്യൻ്റെ 3 പീസ് സെറ്റുകൾക്കും സൂര്യജ്യോതിൻ്റെ സെറ്റുകൾക്കൊക്കെ കുറച്ചധികം ഓർഡർ ഉണ്ടായിരുന്നു. 2-3 പേര് ഇവിടെ ചെമ്മാട്ടിക്ക് ഡയറക്റ്റ് വരാം. അപ്പോൾ പകുതി പൈസ അയച്ചു തന്നിട്ട് പകുതി പൈസ എന്നോട് എടുക്കാൻ പറഞ്ഞതായിരുന്നു. ഞങ്ങൾ വരുമ്പോൾ നേരിട്ട് കയ്യിൽ പൈസ തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതുവരെ വരാത്ത മോഡൽസുകളാണ്. ഈ ബോർഡറുള്ള ഈ ടൈപ്പ് ഇതിൻ്റെ സെൻട്രലിലാണ് വരിക. അത് നേരെ നിവർത്തി കാണിച്ചു തരാം. ഈ 3 കളേഴ്സുകളിലായിട്ട് തന്നെയാണ് വരുന്നത്. റെഡ്, മെറൂണ്, നേവി ബ്ലൂ. ഇതിങ്ങനെ നിവർത്തുമ്പോൾ അടിഭാഗത്തല്ല, അതാ ഇങ്ങനെ സെൻട്രൽ ഭാഗത്താണ് ഇങ്ങനെ ബോർഡർ വരിക. കയ്യിനും നെക്കിനൊന്നും പ്രത്യേകിച്ച് ഡിസൈൻസ് വരുന്നില്ല. അപ്പോൾ ഈ ഒരു ടൈപ്പിലൊക്കെ ഓരോരോ കെട്ട് വീതമാണുള്ളത്. അധികം പീസുകളില്ല. മൊത്തത്തിൽ ഇത് 140 പീസുകളാണുള്ളത്. അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ പറയാം. ഇത് അന്ന് 320 വന്ന ആ സമയത്ത് തന്നെ പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കഫ്താന് ഇത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട്. ഒത്തിരി പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ തന്നെ. അപ്പോൾ ഇതിലെൻ്റെ ബാക്കി തുണികളൊക്കെ ഞാൻ എൻ്റെ ആവശ്യത്തിന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഓർഡർ ഉള്ളതുണ്ടായിരുന്നു. ഇവിടെ കൊണ്ടുവന്ന പാടെ തന്നെ എല്ലാവരും വേഗം സെലക്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ നിങ്ങൾ കൊണ്ടുവച്ചാലും പെട്ടെന്ന് ശരിയാവും. എന്തായാലും ഫ്രോക്ക് നൈറ്റിക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട്. എന്നാലും മിഞ്ഞാന്നൊക്കെ ചെമ്മാട്ടൊക്കെ ഒത്തിരി പേര് വന്നിട്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടേ നല്ല സന്തോഷമുണ്ട്. നമ്മൾ പറയേണ്ടത് എന്തായാലും എല്ലാവരും മണ്ടിയിൽ കയറുന്നുണ്ട് എന്ന് ഉറപ്പായി. ഒരുപാട് പേര് ഓർഡർ തന്നിട്ടുണ്ട്, വാങ്ങി കൊണ്ടുപോയിട്ടുണ്ട്. ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്തുള്ള ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്കതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാണ് ഉണ്ടാവുന്നത്. കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് നമ്മൾ കാരണം മറ്റുള്ളവർക്ക് തോന്നി തുടങ്ങിയല്ലോ എന്നുള്ളൊരു സന്തോഷം. നമ്മൾ വെറുതെ ഇരുന്നാലും സമയം പോവും, എന്തെങ്കിലും ചെയ്താലും സമയം പോവും. അപ്പോൾ ഉള്ള സമയം ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും അധികം വിലയുള്ള ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മളെ സമയമാണ്. നമുക്ക് എത്ര ശ്രമിച്ചിട്ടും തികയാത്തൊരു സംഭവം നമ്മളെ സമയമാണ്. അപ്പോൾ ആ സമയം ഒരു മൂല്യമുള്ളതാക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമാണ്. പിന്നെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം സമ്പാദ്യം തന്നെ. നമുക്ക് നല്ലൊരു സ്നേഹമുള്ള ഒരാൾക്കാരെ കൂട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു സമ്പാദ്യമാണ്. നല്ല സ്നേഹമുള്ള ബന്ധുക്കൾ നമ്മളെ അതുപോലെ എല്ലാം ആത്മാർത്ഥമായിട്ട് നമ്മളോട് സഹകരിക്കണം, നമ്മളെല്ലാ കാര്യങ്ങളിലും ഇടപെടണം, നമുക്ക് നല്ലത് വരണമെന്ന് മാത്രം ആഗ്രഹിക്കണം. നല്ലൊരു സുഹൃത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സമ്പാദ്യമാണ്. നല്ല മക്കളെ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ലഹരി മറ്റ് പ്രശ്നങ്ങളിലൊന്നും പെടാതെ നമ്മളെ അഭിമാനം കാത്തുരക്ഷിക്കുന്ന നല്ല മക്കളെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ സമ്പാദ്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ കൂട്ടത്തിൽ നമ്മളെ പ്രിയപ്പെട്ടവരാണ് നമ്മളെ കൂടെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ആഗ്രഹിക്കുക. നമ്മളെ മാതാപിതാക്കളൊക്കെ വയസ്സ് ചെന്നവരൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് ചിലപ്പോൾ ആൺമക്കളോട് ചോദിക്കുന്നതിനേക്കാളും ഒരു ഫ്രീഡം ഒരിത് തോന്നി. നമുക്ക് പറയാറുണ്ട് നമ്മളെ ഏറ്റവും വലിയ സമ്പാദ്യം പെൺമക്കളാണെന്ന് പറയും. പെൺകുട്ടികളില്ലാഞ്ഞാലാണ് കരയേണ്ടത്, ആൺകുട്ടികളില്ലാഞ്ഞാലല്ല എന്നും പറഞ്ഞ പോലുണ്ട്. കാരണം ഒരു വയസ്സ് ചെന്ന ഒരാൾക്കാർ എന്തും മനസ്സും തുറന്ന് സംസാരിക്കുക നമ്മൾ പെൺകുട്ടികളോടാണ്. എന്ന് വെച്ചാൽ ആൺകുട്ടികൾ വേണ്ടാന്നല്ല. അപ്പോൾ ആ ഒരു പെണ്ണായ നമുക്ക് നമ്മളെ ഉമ്മ ബാപ്പന്മാർ എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മളെ ഭർത്താവിൻ്റെ വീട്ടിൽ ഭർത്താവിന് ഏറ്റവും ചിലവുള്ള സമയത്താവുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ അഞ്ഞിപ്പോൾ എൻ്റെ അമ്മാനും പാപ്പാനും കൂടി ഞാൻ നോക്കണമെന്നൊരു ചോദ്യം ചിലപ്പോൾ തമാശക്കായാലും ഭർത്താവ് ചോദിച്ചു തരും. നേരെ മറിച്ച് നമ്മളെ കയ്യിലൊരു സമ്പാദ്യങ്ങളോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ നമുക്കൊരാളോടും ചോദിക്കാൻ നിൽക്കണ്ട. നമുക്കാവുന്ന പോലെ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാം. അമ്മവാപ്പന്മാരെന്നല്ല ആരും നമ്മളെ കയ്യിലൊരു പൈസ കാര്യങ്ങളോ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റി വെക്കപ്പെടേണ്ടി വരുന്ന ഒരുപാട് ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാവും. പക്ഷെ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഭർത്താവ് ചെയ്യുമ്പോൾ നമ്മളെ കാര്യങ്ങളെങ്കിലും ചെയ്യാൻ നമ്മളെ കയ്യിലുണ്ടാവും. ഒരു ഫോൺ റീചാർജിങ്ങിൽ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇന്നലെ വിളിച്ചപ്പോൾ പറയുന്നുണ്ട് കുറച്ച് ദിവസം ഇടയ്ക്ക് വിളിച്ചിരുന്ന ആളായിരുന്നു. അപ്പോൾ റീചാർജ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് റീചാർജ് ചെയ്ത് കൊടുത്തില്ല. കാരണമുണ്ട്, വെറുതെ കളിക്കല്ലേ, എനിക്ക് ഫോൺ കൊണ്ട് എന്താ കാര്യമുള്ളത്, അത് ഇതെന്ന് ചോദിച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞ്. മക്കൾക്ക് ഓൺലൈൻ ക്ലാസ്സും അതും ഇതൊക്കെ ആയിട്ട് വേറൊരു ഫോണുണ്ട്, ആ ഫോണിൽ എന്തായാലും റീചാർജ് ചെയ്യണം. അപ്പോൾ എല്ലാ ഫോണിലും കൂടി റീചാർജ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് റീചാർജ് ചെയ്തില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നുമില്ലെങ്കിൽ നമ്മളെ ഫോൺ റീചാർജെങ്കിലും നമ്മളെ കൊണ്ട് സ്വയം ചെയ്യാന്നുള്ളൊരു രീതിയിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഗിഫ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ അടുത്ത് തന്നെയുള്ള കളിയാട്ടമുക്കുള്ള ഒരാളാണ് ആദ്യം ഗിഫ്റ്റ് നേടിയിട്ടുള്ളത്. നമ്മളെ കയ്യിൽ നിന്ന് മെറ്റീരിയലൊക്കെ വാങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരാൾ തന്നെയായിരുന്നു. ഒരിന്ന്
വന്നിട്ട് ഗിഫ്റ്റ് വാങ്ങി പോയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പോവാം. എന്നും ഗിഫ്റ്റ് തരാൻ എന്താ പറയുക, ആരോഗ്യപരമായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടിലാവും. ഇന്നലെ 4-5 പേര് എനിക്ക് വിളിച്ചിട്ടുണ്ടായി, ഇതുവരെ വീഡിയോ ഇട്ട പോലെ തന്നെ വീഡിയോ ഇട്ടാൽ മതി, ഇനി വീഡിയോയിൽ റേറ്റ് പറഞ്ഞിട്ട് വീഡിയോ ഇടല്ലേ എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ റേറ്റ് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടത്. കാരണം എന്താണെന്നറിയോ, ഞാനിവിടെ നേരിട്ട് കച്ചവടം നടത്തുന്ന ഒരാളാണ്. നമുക്ക് ഓൺലൈൻ സെയിൽ മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല. നാട്ടിലുള്ള ആളുകൾ അത്ര കുറഞ്ഞ പൈസക്കാണല്ലോ ഓൺലൈനിൽ കൊടുക്കേണ്ടത്, അപ്പോൾ ആ കുറഞ്ഞ പൈസക്ക് എനിക്ക് തുണി കിട്ടുന്നുണ്ടില്ല, എന്നിട്ടാണ് ഇത്ര വിലയ്ക്ക് നമുക്ക് അടിച്ചു കൊടുക്കുന്നുണ്ടെന്നുള്ള ചോദ്യം വരും. അപ്പോൾ 2-3 ആൾക്കാരായിരുന്നു എൻ്റെ വീഡിയോ കാണുന്ന 2-3 ആൾക്കാർ മെറ്റീരിയൽ എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഓലോട് ഈ താത്താൻ്റെ അടുത്ത് ഇങ്ങനെ കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ എൻ്റെ അടുത്ത് വില കൂടുതലാണ്, അപ്പോൾ നമ്മളടുത്ത് സാധനം എടുത്തിട്ട് അതിന് വീണ്ടും വേറെ റേറ്റ് മാർജിൻ ചെയ്തിട്ട് വിൽക്കുന്ന ആൾക്കാരുണ്ട്, റീസെല്ലേഴ്സ് എന്ന് പറയും. അപ്പോൾ ഓൽക്കൊക്കെ ഇത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ വില പറയല്ലേ എന്ന് പറഞ്ഞിട്ട് കുറേ പേര് വിളിച്ചപ്പോൾ കുറേ ആൾക്കാർ വീഡിയോയിൽ കമൻ്റ് ആയിട്ട് തന്നെ ഇടാൻ, നിങ്ങളെ വീഡിയോ ഞങ്ങളിപ്പോൾ കാണാത്തത് നിങ്ങളതിൽ റേറ്റ് ഇടാത്തതുകൊണ്ടാണ്, റേറ്റ് ഇട്ടുകാണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇട്ടാലെന്ന് ചോദിച്ചിട്ട് ഭീഷണി രൂപത്തിൽ കമൻറ്റ് ഇട്ടേക്കിൻ്റെ പല വീഡിയോയിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിൽ ഓർത്തതുകൊണ്ടാണ് ഇത്രയും കാലം ഞാൻ വീഡിയോയിൽ റേറ്റ് പറയാതിരുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ എല്ലാ ഷോർട്സിലും ഉണ്ട്, വീഡിയോയിലും കൊടുക്കുന്നുണ്ട്. അതിലൊന്ന് വാട്സപ്പ് ചെയ്തിട്ട് അതിന് എത്ര റേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരും. അതിനുള്ള മറുപടിയും നിങ്ങൾ അതിൽ കണ്ടാൽ മതി, അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മൾ ചെയ്യേണ്ട ചെറിയൊരു കാര്യമായാലും അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട്, എനിക്കിപ്പോൾ റേറ്റ് ഇതിലിട്ടെന്ന് വെച്ചിട്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നും വരാനില്ല. എന്നിട്ട് എന്തൊക്കെയുണ്ട്, എല്ലാവരുടെയും നനച്ചുള്ളി പണികളൊക്കെ കഴിഞ്ഞു. നമ്മളിന്ന് മക്കളെയും കൂട്ടിയിട്ട്, മക്കൾക്ക് ഇന്ന് ലീവ് ആയിരുന്നു, പോളിയും കൂട്ടിയിട്ടാണ്ട് ഇറങ്ങി. അതുകൊണ്ട് ഇന്ന് ചെമ്മാട് വന്നിട്ട് സാധനം വാങ്ങിപ്പോയ ഒരുവിധം പേരൊന്നും കാണാൻ പറ്റിയിട്ടില്ല. 2-3 പേര് നിങ്ങളെ കാണണമെന്ന് വിചാരിച്ചിട്ട് വന്നതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ് പറഞ്ഞ് കാക്കുവിനോട് ഇത് പറഞ്ഞ്. അപ്പോൾ അൽഹംദുലില്ലാഹ് നമുക്ക് ഇനിയും കാണാം. മക്കളെ ഇതുവരെ അതിമക്ക് നിന്നിട്ടില്ലായിരുന്നു. ഇപ്പം ഒന്ന് മക്കൾക്ക് 2 പേർക്ക് ഒഴിവായിട്ട് നിന്ന പോലെയും കൂട്ടിയിട്ടാണ്ട് ഇറങ്ങിയതാണ്. ഈ മെറ്റീരിയൽ മാത്രമല്ല, ഷാൾ നൈറ്റിൻ്റെ മെറ്റീരിയലും സാധാ വർദ്ധമാനി യൂണിവേഴ്സൽ അതിൻ്റെ 320 മെറ്റീരിയൽ, പ്ലെയിൻ നൈറ്റിൻ്റെ മെറ്റീരിയൽ, അതുപോലെ അജ്രക്കിൻ്റെ 320, 290 സാധാ മെറ്റീരിയലും എല്ലാം സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ വേണമെന്നുള്ളവർക്ക് വേഗം ഇതിലേക്ക് മെസ്സേജ് അയക്കുക. നിസ്കാരക്കുപ്പായത്തിൻ്റെ തുണി 20 മീറ്ററാണുള്ളത്, മസ്ജിദ് മല്ലിൻ്റെ നല്ല തുണിയാണ്. അപ്പോൾ അത് 20 മീറ്റർ ആയിട്ട് തരുള്ളൂ, മുറിച്ച് കട്ട് ചെയ്തിട്ട് തരൂല. ആ 20 മീറ്റർ ആയിട്ട് വേണ്ടവർക്ക് ആർക്കെങ്കിലും ഉണ്ടാവലുണ്ടെങ്കിൽ വാട്സാപ്പിൽ വരാം. ഈ മെറ്റീരിയൽ കൊണ്ട് നമുക്ക് ഷർട്ട് തയ്ക്കാം, അതുപോലെ ഫ്രോക്ക് നൈറ്റ് തയ്ക്കാം, കഫ്താൻ തയ്ക്കാം, അതുപോലെ നമുക്ക് ചുരിദാർ ടോപ്പുകൾ തയ്ക്കാം, ഒക്കെ ചെയ്യാം. ഷാൾ നൈറ്റിയാൾ ഇനി 10 പീസ് തന്നെ ഉള്ളൂ. ഷാൾ നൈറ്റിയാൾ കൂടുതലും എടുത്തിട്ടുള്ളത് ചെറിയ പെൺകുട്ടികളാണ്. ഓല് ടോപ്പും ഷാളും ആക്കിയിട്ട് അതിലേക്ക് പ്ലെയിന് പാൻറ് എടുത്തിട്ട് അങ്ങനെ വീട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കഫ്താൻ അടിച്ചാൽ അടിപൊളിയായിരിക്കും, നല്ല ചെക്സ് മോഡലാണ്. ചില തുണികൾ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ടാവും നമ്മൾ അടിച്ച് വരുമ്പോൾ. അപ്പോൾ അതാ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിലുള്ള ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഇഷ്ടമുള്ള രീതിയിലുള്ള ഫോട്ടോസുകൾ അയച്ചു തരാം. ഇതിൽ ഞാൻ റെഡ് എടുത്തിട്ടില്ല, ഈ 2 കളർ മാത്രമേ എടുത്തിട്ടുള്ളൂ. റെഡ് ആർക്കും വേണ്ട, അതുകൊണ്ട് തന്നെ റെഡ് കളർ ഞാൻ എടുത്തിട്ടില്ല. ഈ ഒന്നും കളറിൽ മെറൂണും നേവി ബ്ലൂവും മാത്രമാണ് എടുത്തിട്ടുള്ളത്. ബാക്കി കളേഴ്സുകളൊന്നും അജ്രക്കിൽ വരുന്നുമില്ല. അപ്പോൾ ഇതെല്ലാം 320 മെറ്റീരിയലാണ്. 320 ബോർഡർ ടൈപ്പ് കിട്ടിയിട്ടില്ല. നമ്മളെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ഒരുപാട് പേര് ഈ മെറ്റീരിയൽ ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കും. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ അതിൽ സബ്സ്ക്രൈബ് എന്നുള്ളത് ബ്ലാക്ക് ആയിട്ട് കിടക്കുന്നുണ്ടാവും. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് സബ്സ്ക്രൈബ് ഒരു 70K ആവണം എന്നുള്ളൊരാഗ്രഹമുണ്ട് ഈ ഒരു മാസം അവസാനമാകുമ്പോഴേക്കിന്. ഒത്തിരി പേര് സ്റ്റാറ്റസ് വെച്ചിട്ടൊക്കെ എനിക്ക് സ്ക്രീൻഷോട്ട് അയക്കാറുണ്ട്. അവരോടൊക്കെ താങ്ക്സ്. നമ്മളിങ്ങനെ ചെറിയ രീതിയിൽ വലിയ വിവരമൊന്നുമുള്ള ആൾക്കാരല്ല, ഒരുപാട് ഇംഗ്ലീഷ് സംസാരിക്കാനും ഇതിനൊന്നും അറിയില്ല. അങ്ങനെയുള്ളവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള പോലെ വെല്ലുവിളിയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങളൊക്കെ ഒരു സ്നേഹവും സപ്പോർട്ടും കൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരാളാണ്. അപ്പോൾ എല്ലാവരും വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തണം. അസ്സലാമു അലൈക്കും.